ഹായ് ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു താരതമ്യക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. താരതമ്യക്കുറിപ്പ് ഒരു കവിതാഭാഗമോ ഗദ്യഭാഗമോ രണ്ട് വ്യത്യസ്തമായ എഴുത്തുകാരുടെ രണ്ട് രചനാരീതികളെ താരതമ്യം ചെയ്യുക, അതിൻ്റെ സാമ്യ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി എഴുതുക എന്നുള്ളതാണ് താരതമ്യക്കുറിപ്പിച്ച് കമ്പയർ ചെയ്യുക. രണ്ട് കൃതികളെയും കുറിച്ച്, അത് ഗദ്യഭാഗമാവാം അല്ലെങ്കിൽ പദ്യഭാഗമാകാം, അതിനെക്കുറിച്ചുള്ളൊരു കമ്പാരിസനാണ് സാമ്യം എന്ത് വ്യത്യാസം എന്ത്, അത് നമ്മൾ എഴുതുക എന്നുള്ളതാണ് താരതമ്യക്കുറിപ്പിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: നൽകിയ സന്ദർഭങ്ങളിലെ ആശയം തിരിച്ചറിയുക എന്നതാണ് ആദ്യത്തെ കാര്യം. അതായത് തന്നിരിക്കുന്ന കഥാഭാഗമോ കാവ്യഭാഗമോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ആദ്യം വായിച്ച് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വായിച്ച് രണ്ട് കഥ സന്ദർഭങ്ങളെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം വേണം എഴുതാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത്. രണ്ടാമത്തെ കാര്യം, താരതമ്യം ചെയ്യുന്നത് കവിതയോ ആകാം, അതിലെ സാമ്യ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അതായത് രണ്ട് സന്ദർഭങ്ങളിലെയും സാമ്യമായിട്ടുള്ളത്, അതായത് ഒരുപോലെയുള്ളത് ഏത്, വ്യത്യാസമായിട്ടുള്ളത് ഏത് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി അടുത്തത് എങ്ങനെയാണ് സ്വന്തം നിഗമനങ്ങൾ നമ്മൾ യുക്തിസഹമായി സമർത്ഥിക്കുക. അതായത് താരതമ്യം ചെയ്യേണ്ട സൂചനകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയതോ മനസ്സിലാക്കിയതോ ആയ കാര്യങ്ങൾ വ്യക്തതയോടെ അല്ലെങ്കിൽ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ വ്യക്തമാക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അടുത്തത് ഏറ്റവും പ്രധാനമാണ്, അവസാനത്തേതുമായ പോയിന്റാണ്. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആശയ വ്യക്തതയോടെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. വായിക്കുന്നവർക്ക് അതിൻ്റെ ആശയം മനസ്സിലാവണം, അതേസമയം വളരെ ചുരുക്കത്തിൽ കാര്യമാത്ര പ്രസക്തമായിട്ട് എഴുതുക വേണം. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാന പോയിന്റ്സ്? എന്തൊക്കെയാണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നൽകിയ സന്ദർഭങ്ങളിലെ ആശയം തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം, അതിലെ സാമ്യ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടെത്തുക. മൂന്നാമത്തേത്, സ്വന്തം നിഗമനങ്ങൾ നമ്മൾ വളരെ വ്യക്തതയോടെ അതിനെ തനിമ നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുക. നാലാമത്തേത്, ആശയ വ്യക്തതയോടെ സംക്ഷിപ്തമായി, അതായത് വളരെ ചുരുക്കത്തിൽ അവതരിപ്പിക്കുക. ഇത്രയും ആയാൽ ഒരു താരതമ്യക്കുറിപ്പ് റെഡിയായി, മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്വന്തം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.